ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു പ്ലാന്റേഷ്യ ട്രോപ്പിക്കൽ സൂ ആണ്. ഇത് ലാർജ് പബ്ലിക് ഹോട്ട് ഹൗസ് ആണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ടവേ റീറ്റെയിൽ പാർക്ക് സ്വാൻസിയയിലാണ്. വെയിൽസിലൊരു സ്ഥലമാണ് സ്വാൻസിയ, അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് 1990-ലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വൈഡ് റേഞ്ച് ഓഫ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ്, പിന്നെ ഇൻസെക്ട്സിനെ കാണാം, കുറേ റെപ്റ്റൈൽസിനെ കാണാം, ആംബിബിയൻസിനെ കാണാം, മാമൽസ് കാണാം, പിന്നെ നമുക്ക് കുറേ പലതരത്തിലുള്ള മീനുകളെ കാണാം, ഫിഷൊക്കെ കാണാം. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു കാഫ്റ്റേരിയയും പിന്നെ ഒരു എഡ്യൂക്കേഷൻ റൂമും എക്സ്ട്രാ ഇവിടെ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ 2 ക്ലൈമറ്റ് സോൺസ് ആണ് വരുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുക, ഇപ്പോൾ ഗ്ലാസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 ക്ലൈമറ്റ് സോൺസ് ആണ്. ഒന്ന് ട്രോപ്പിക്കൽ വിത്ത് റെയിൻ ഫോറസ്റ്റ്, നമ്മുടെ മഴക്കാലം ഫീലിലുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു വരണ്ട ഭൂമി, ആരൈഡ് ക്ലൈമറ്റ് സോണാണ് ഉള്ളത്. ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 പ്ലാന്റ്സിൻ്റെ അടുത്ത് ഇവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് അതിൻ്റെ ഉള്ളിൽ പെടും. പിന്നെ പല രീതിയിലുള്ള വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. അപ്പോൾ അതിലൊന്നാണ് മിയർ കാറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ, നമ്മളിപ്പോൾ നാട്ടിലൊന്നും അധികം ശ്രദ്ധിക്കാത്ത പ്രാണികൾ, ഇപ്പോൾ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു പ്രാണികളായിരിക്കും, പക്ഷെ അത് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ പ്രാണികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പഴയ കാലത്തുള്ള പുലിയുടെ അസ്ഥി, അതുപോലെ തന്നെ ഡൈനോസറിൻ്റെ അസ്ഥി നമുക്ക് ശരിക്കും കാണുമ്പോൾ അത് നമ്മൾ ഈ പഴയ ഐസ് ഏജ് എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഉള്ള ഒരു ഡൈനോസറിൻ്റെ ഫീലാണ് എനിക്ക് തോന്നിയത്. അത് ഒറിജിനലാണോ നമുക്കറിയില്ല, കണ്ടിട്ട് അത് അതിന് ഒരു അട്രാക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ നല്ല രസമാണ് കാണാൻ, നല്ല എൻജോയ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പിള്ളേരും കൊണ്ടുവന്ന് കാണാനും അതുപോലെ ഫോട്ടോ എടുക്കാനാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ചിത്രശലഭത്തിനൊക്കെ അവരവിടെ നിർത്തിക്കണം, നല്ല രസമായിട്ടാണ്. അതിനുള്ള ഫുഡ് കൊടുത്തിട്ട് അതിനവിടെ നിർത്തിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ കണ്ടില്ലേ, കൊക്കൂൺ പോലെ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അവർ നല്ല രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷികളാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാഫ്റ്റേരിയയും ഒരു ഗിഫ്റ്റ് ഷോപ്പും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർഫോള് ലുക്കൗട്ടും റെയിൻ ഫോറസ്റ്റ് ഹട്ടും പിന്നെ ഒരു ലീവിങ് ബ്രിഡ്ജ്, പിന്നെ ഒരു ഇൻട്രാക്റ്റീവ് എഡ്യൂക്കേഷണൽ എക്സിബിഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു എഡ്യൂക്കേഷണൽ റൂം കൂടിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിനുള്ളിൽ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെയിൽസിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, UK യിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വെയിൽസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാൻസിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഡൈനോസറിൻ്റെ ഒക്കെ നല്ല രസത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസിനും അതുപോലെ തന്നെ പുതിയ പുതിയ ടോപ്പിക്കുകളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.